ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വേടനെതിരെയുള്ള അലിഗേഷൻസ്. അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല, ബട്ട് ആ അലിഗേഷൻസ്, ആ പരാതി എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രിപ്ഷൻ കുറവാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെയാണ് ഒരു ലേഡി ഡോക്ടർ കൊടുത്ത പരാതി. PG ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവതി വേടനെ പരിചയപ്പെട്ടത്. വേടൻ്റെ പാട്ടുകളോടും മറ്റും ഇഷ്ടം തോന്നി യുവതി അങ്ങോട്ട് മെസ്സേജ് അയക്കുകയായിരുന്നു. പിന്നീട് ഫോൺ നമ്പറുകൾ കൈമാറി. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വേടൻ പറഞ്ഞിരുന്നതായി യുവതിയുടെ പരാതിയിലുണ്ട്. ഒരിക്കലൊരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ വിളിച്ചു. അന്ന് ഉച്ചയ്ക്ക് വേടൻ യുവതിയുടെ ഫ്ലാറ്റിലെത്തുകയും ചെയ്തു. സംസാരിക്കുന്നതിനിടെ ചുംബിച്ചോട്ടെ എന്ന് വേടൻ ചോദിച്ചു. താൻ സമ്മതിച്ചു. എന്നാൽ ചുംബിച്ചതിന് പിന്നാലെ വേടൻ തന്നെ കിടക്കയിലേക്ക് തള്ളിയിട്ട് പീഡിപ്പിച്ചു. വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞു. 3 ദിവസത്തിന് ശേഷമാണ് ഇയാൾ ഫ്ലാറ്റിൽ നിന്ന് പോയത്. പലവട്ടം പണം നൽകി. നിരവധി തവണ ഫ്ലാറ്റിൽ തങ്ങി ബന്ധത്തിലേർപ്പെട്ടു. 2022 താൻ കൊച്ചിയിൽ ജോലിയിൽ പ്രവേശിച്ചു. കൊച്ചിയിലെ ഫ്ലാറ്റിലും വേടനെത്തി. ദിവസങ്ങളോളം തങ്ങി. ഈ സമയവും ലൈംഗികമായി ഉപദ്രവിച്ചു. 2023 മാർച്ചിൽ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ വെച്ചും ഉപയോഗിച്ചു. ജൂലൈ 14 കൊച്ചിയിലെ ഹോട്ടലിൽ സംഗീത നിശയിൽ പങ്കെടുക്കാനെത്തുമെന്ന് പറഞ്ഞാണ് മടങ്ങിയത്. എന്നാൽ വന്നില്ല. ജൂലൈ 15 വേടൻ 3 സുഹൃത്തുക്കൾക്കൊപ്പം ഫ്ലാറ്റിലെത്തി. താൻ ടോക്സിക് ആണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. മറ്റുള്ള പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ തന്നെ അനുവദിക്കുന്നില്ലെന്നും വേടൻ സുഹൃത്തുക്കളോട് പറഞ്ഞതായി യുവതി ആരോപിക്കുന്നു. നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് വേടൻ ഫ്ലാറ്റിൽ നിന്ന് മടങ്ങിയെന്നും പരാതിയിലുണ്ട്. ഇതാണ് വേടനെതിരെ കൊടുത്ത യുവ ഡോക്ടറുടെ പരാതി. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നോ എത്രത്തോളം കള്ളമാണെന്നും നമുക്കറിയില്ല. അപ്പോൾ വേടനെതിരെയുള്ള അലിഗേഷൻസ് ഇതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.